കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റ് 2024 അവരുടെ MSc സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നടത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സമയം 6-ാം തീയതി 10 മണിക്കാണ് കേട്ടോ. 6/7/2024 10 മണിക്കാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, റിസർവേഷൻ സീറ്റുകളാണെങ്കിൽ ആ ഒരു റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് നൽകുള്ളൂ. ഇപ്പോൾ NRI പോലത്തെ ക്ലെയിമുകൾ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ക്ലെയിം ചെയ്തില്ല അപ്ലൈ ചെയ്തപ്പോൾ, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാറുണ്ട്, എസ്പെഷ്യലി NRI. അപ്പോൾ NRI ഒക്കെ നിങ്ങളപ്പോൾ ക്ലെയിം ചെയ്തില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീസിനെക്കാട്ടിയും 5000 രൂപ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം NRI ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ വേക്കൻസി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ABHൽ ഒരു സീറ്റ്, STയിൽ ഒരു സീറ്റ്, NRIയിൽ 2 സീറ്റ്, ലക്ഷദ്വീപ് കോട്ട ഒരു സീറ്റ്, ട്രാൻസ്ജെൻഡേഴ്സ് 2 സീറ്റ്, ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സീറ്റ്. ഇത്രയാണ് നിലവിൽ വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഈ ഇതിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ ഏതെങ്കിലും റിസർവേഷൻ ഇപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കാവുന്നതാണ് കേട്ടോ. സാധാരണ ആ ഒരു സ്പോട്ടിൽ അവർ ആ ക്ലെയിം സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ NRIയുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫീസ്, ഇപ്പോൾ ABH കാറ്റഗറി ആണെങ്കിൽ നമ്മൾ ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണം 8680 രൂപ. പിന്നെ 3070 രൂപ നമുക്ക് PTF ഫണ്ട്, DD അങ്ങനെ കുറച്ച് ഇത് ഫണ്ടുകൾ വരുന്നതാണ്, അലൂമിനി അങ്ങനെയൊക്കെ വരുന്ന ഫീസുകളാണ്. അപ്പോൾ അത് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. പിന്നെ ST കാൻഡിഡേറ്റ്സിന് 1500 രൂപ മാത്രമേ ഉള്ളൂ. NRIക്ക് 14620 പ്ലസ് ഒരു റീഫണ്ടബിൾ എമൗണ്ട് നമുക്കുണ്ടല്ലോ, ആ ഒരു എമൗണ്ടും കൊടുക്കണം. പിന്നെ ലക്ഷദ്വീപ് കോട്ടയ്ക്കും 8680 ആണ് ഫീസ് വരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനും ആ ഒരു എമൗണ്ടാണ്. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികൾക്കും ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും ആ ഒരു എമൗണ്ട് തന്നെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ് ഹു ആർ നോട്ട് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ അണ്ടർ NRI കാറ്റഗറി അറ്റ് ദ ടൈം ഓഫ് അപ്ലൈയിങ് ആൻഡ് ഹു ആർ നൗ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് NRI കൊടുത്തില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലെയിം ചെയ്യാം. അപ്പോൾ ആ ഒരു എമൗണ്ട് 5000 രൂപ നിങ്ങൾ കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഈ 14620 രൂപ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസാണ്. അതിൻ്റെ കൂടെ 50000 രൂപ നമുക്ക് കോഴ്സ് കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ നമ്മൾ സ്പോട്ട് അഡ്മിഷനാണ്, നമുക്ക് സ്പോട്ടിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റുകളും ഫീസും കൊടുക്കണം. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് അവർ ട്യൂഷൻ ഫീസും ബാക്കി PTA DDF ഫീസ്, അലൂമിനി ഫീസൊക്കെ വരുന്ന ഈ ഒരു എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിപ്പോൾ റിസർവേഷൻ ആണല്ലോ, അപ്പോൾ നമ്മളുടെ 10th മുതലുള്ള സർട്ടിഫിക്കറ്റുകൾ, 10th 12th ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, ഇതിൽ പറയുന്ന ഏത് റിസർവേഷൻ ആണോ നിങ്ങൾക്കുള്ളത് അത് റിസർവേഷൻ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, TC CC ഇതിൻ്റെ എല്ലാം 2 ഫോട്ടോ കോപ്പീസ്, പിന്നെ 2 ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഹാജരാക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ നമ്മളൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു അഡ്മിഷൻ ഉറപ്പാകുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഡ്രഗ് ഡിക്ലറേഷൻ ഫോം, അണ്ടർടേക്കിംഗ് ആൻറ്റി ഡോവറി, ഗ്രാൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോം നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെബ്സൈറ്റിലുണ്ടാവും കേട്ടോ. ഇനി ഓക്കെ, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് ഇതിൽ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. പിന്നെ ഓരോ കമ്മ്യൂണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്, ആൻറ്റി ഡ്രഗ് ഡിക്ലറേഷൻ ഫോം ഇതിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നാലും മതി കേട്ടോ. ടൈപ്പ് ചെയ്യുകയോ എഴുതുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. സൈൻ ഇടാം. പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ, അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ, അത് ക്ലിക്ക് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ അതിലത്തെ നോട്ടിഫിക്കേഷനാണ്.